ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 2024 KTUവിൻ്റെ സ്കീം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീം പ്രകാരമുള്ള സെമസ്റ്റർ 1 മാത്തമാറ്റിക്സ് ക്ലാസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നും മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് എന്നും രണ്ട് മാത്സ് ആണുള്ളത്. അതിൽ സിവിലുകാർക്ക് അതുപോലെ മെക്കുകാർക്ക് ട്രിപ്ലി ECE ഇവർക്കൊക്കെ പഠിക്കാനുള്ളത് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന മാത്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗോസസ് എലിമിനേഷൻ ആണ് പഠിച്ചത്. ഗോസ് എലിമിനേഷൻ ആൻഡ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഗോസസ് എലിമിനേഷൻ ഓഫ് 2x2 മെട്രിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 3x3 മെട്രിക്സ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ, നോക്കാം. ഗോസ് എലിമിനേഷൻ 3x3 മെട്രിക്സ് ആണ് കേട്ടോ. 3x3 മെട്രിക്സിൽ നമുക്ക് എങ്ങനെ ഗോസ് എലിമിനേഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിക്കേ, തന്നിരിക്കുന്ന പ്രോബ്ലം കണ്ടോ. നമുക്ക് ഇതുപോലൊരു 3 ഇക്വേഷൻസ് തരും. നമ്മൾ 2x2 പഠിച്ചപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? അതിൽ 2 അൺനോൺസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇവിടെ നമുക്ക് 3 അൺനോൺസ് ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, അതുപോലെ തന്നെ സെഡ് ഉണ്ട്. 3 അൺനോൺസ് ഉണ്ട്. ആ 3 അൺനോൺസിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഗോസ് എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓഗ്മെന്റഡ് മെട്രിക്സ് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് കണ്ടോ, എക്സിന്റെ കോഎഫിഷ്യൻസ് ഏതാ? 4 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, 1 ഉണ്ട്. അതങ്ങ് എഴുതുക. 4 -2 1. വൈയുടെ കോഎഫിഷ്യൻസോ? -3 1 -1 ആണല്ലോ. അടുത്ത സെഡിന്റെ കോഎഫിഷ്യൻസ് 1 -3 2. ഓക്കെ, ഇനി നമ്മൾ റൈറ്റിൽ എന്തെഴുതാൻ പോവുകയാണ്? ഈ കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ -8 -4 3. ഇതാണ് എന്ത്? ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് കോഎഫിഷ്യൻ മെട്രിക്സിന്റെ കൂടെ നമ്മൾ എന്ത് കൂടെ ആഡ് ചെയ്യും? റൈറ്റ് സൈഡിൽ വരുന്ന ഇത് നമ്മൾ ബി മെട്രിക്സ് എന്ന് പറയുന്നത്, ആ ബി മെട്രിക്സിന് കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് എടുത്ത് എഴുതുക. ഇനി നമ്മൾ ഗോസ് എലിമിനേഷൻ ടെക്നിക്കിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കേ, ഈ ഒരു മെട്രിക്സിന്റെ കേസിൽ ഇത് 4 1 and 2 ഇതെന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ആണ്. എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ആണ്. മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് ആയതുകൊണ്ട് ഇവ എന്തെന്ന് പറയുന്നു? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നു. ഈ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? താഴെ വരുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? -2 ഉണ്ട്, ഈ 1 ഉണ്ട്, പിന്നെ ഈ ഒരു -1 ഉണ്ട് ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ഡയഗണലിന്റെ താഴെയുള്ള എലമെന്റ്സ് ആയിട്ടുള്ള -2 1 -1 നമ്മൾ എന്താക്കണം? 0 ആക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു എന്ത് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എന്താണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്? നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നോക്കിക്കേ, A11 A12 A13. ടീച്ചർ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുവാണേ. 3x3 മെട്രിക്സ് A11 A12 A13. അടുത്ത് A21 A22 A23. അടുത്ത് A31 A32 A33 ആണല്ലോ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ ഇതിൽ മെയിൻ ഡയഗണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതല്ലേ വരുന്നത്? മെയിൻ ഡയഗണൽ എലമെന്റ്സ് A11 A22 A33. അതിൻ്റെ താഴെ വരുന്ന എലമെന്റ്സ് നമ്മൾ എന്താക്കുകയാണ്? 0 ആക്കുകയാണ്. അപ്പോൾ A11 A12 A13 താഴെ വരുന്ന എലമെന്റ് എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് 0 ആക്കുക, ഈ എലമെന്റ് 0 ആക്കുക. ഓക്കെ, ഇനി ഇവിടെ A22 എഴുതുക. അതിൻ്റെ താഴെ വരുന്ന എലമെന്റ് ഏതാ? ഇത് 0 ആക്കുക. അടുത്ത് A23, അടുത്ത് A33.
ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുക. അപ്പം നമുക്കിവിടെ 3/3 മെട്രിക്സ് ആണ് തരികയാണെന്നുണ്ടെങ്കിൽ, ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ 3/3 മെട്രിക്സ് ആണ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഫോമിലോട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മളൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റുക. ഇത് കണ്ടോ, ഈ ഒരു മെയിൻ ഡയഗണലിന്റെ മുകളിൽ മാത്രമേ എന്തുള്ളൂ, നോൺ സീറോ എലമെന്റ്സുകൾ ഉള്ളൂ. അതിന് താഴെ എന്താണ്, സീറോ എലമെന്റ്സുകളാണ് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. അതെങ്ങനെ മാറ്റാം? അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കുട്ടികളെ ഈ ഒരു എലമെന്റ് സീറോ ആക്കുക, നെക്സ്റ്റ് ഈ എലമെന്റ് സീറോ ആക്കുക, അതിനുശേഷം വേണം ഈ ഒരു എലമെന്റ് സീറോ ആക്കാൻ. അപ്പം ആ ഒരു പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് എന്തായിരിക്കും, എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു പോകാം. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? റോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വഴി മാത്രമേ നമുക്ക് ഈ ഒരു ട്രയാങ്കുലർ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ട, ഈ ഒരു എലമെന്റ്, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള -2 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സീറോ ആക്കാൻ പോവാണ്. അത് എങ്ങനെ സീറോ ആക്കാം? ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 അല്ലേ കിടക്കുന്നത്, ഇത് -2 ആണല്ലേ. തിങ്ക് ചെയ്യുക, ഈ 4 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്കറിയാം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് റോ R2നെ, അതായത് ഇവിടെ 4 കൊണ്ടുവന്നാൽ പോരെ, ഇവിടെ 4 കൊണ്ടുവരണം. ഇവിടെ ആൾറെഡി മൈനസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു 4 കൊണ്ടുവരിക. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമുക്ക് R2 implies R2നെ എന്ത് ചെയ്യുക, 2R2 + R1 ചെയ്താൽ മതി. ഓക്കെ, അതായത് സെക്കൻഡ് റോയിലുള്ള എലമെന്റ്സിന് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താകും കുട്ടികളെ, ഇവിടെ -4 ആകും, ഇവിടെ എന്താകും, 4 ആകും. എന്നിട്ട് എന്ത് ചെയ്യുക, R2 - R1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? R2 - R1 അല്ല, R2 + R1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആകും. ഓക്കെ, നമുക്ക് ചെയ്യാം. R2 implies 2R2 + R1 ചെയ്യുക. എന്തിനാ നമ്മൾ ചെയ്യുന്നേ, ഈ എലമെന്റ് സെയിം ആക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്കത് ചെയ്യാം. നോക്കിക്കേ, അപ്പോൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, equivalent to ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നേയില്ല കേട്ടോ, നമ്മൾ അതുപോലെ തന്നെ എഴുതുക. 4 - 3 1 - 8. ഓക്കെ, സെക്കൻഡ് റോയിലാണ് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ 2 × R2 + R1, അപ്പോൾ എന്ത് ചെയ്യും, 2 × -2 എത്ര കിട്ടും, 2 × -2 ചെയ്യുമ്പോൾ -4 + 4 ചെയ്യുമ്പോൾ ഇവിടെ 0. ഓക്കെ, അടുത്ത് 2R2 + 1, സെക്കൻഡ് ഈ എലമെന്റിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2, 2 + -3 2 + -3 എത്രയാ, -1 ആണല്ലോ. അടുത്ത് -3 × 2 എത്ര കിട്ടും, -6. -6 + 1 എത്ര വരും, -6 + 1 -5 ആണ്. ഓക്കെ, അടുത്ത് -4 -8, -4 × 2 ചെയ്തേ, -8 -8ഉം ഈ -8 നമ്മൾ ആഡ് ചെയ്യുന്നു, അപ്പോൾ എത്ര കിട്ടും, -16. ബാക്കിയുള്ള എലമെന്റ് അതുപോലെ എഴുതുക. 1 -1 2 3 ഇത്രയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. അടുത്ത എയിം എന്താണ്, ഈ എലമെന്റ് 0 ആക്കുക, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക. അത് നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് റോയെ നിങ്ങൾ അങ്ങ് വിട്ടേക്കുക, അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നിങ്ങൾ നോക്കിക്കേ, എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 4, ഈ ഒരു പോർഷനിൽ ഒരു 4 കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ 4ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആക്കുക ആണല്ലോ. നമ്മളത് ആദ്യം റോ ട്രാൻസ്ഫോർമേഷൻ മിസ് ചെയ്യുവാണേ. R3 implies ആദ്യം ഞാൻ 4 കൊണ്ട് R3നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, R1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് 2 സ്റ്റെപ്പായിട്ടും ചെയ്യാം കേട്ടോ. ആദ്യം 4R3 ചെയ്യുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും 4R3 മീൻസ് R3 - R1 ചെയ്താലും മതി. ഇത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യുവാണേ. ഇപ്പോൾ അന്നേരം എന്ത് കിട്ടും, equivalent to ഫസ്റ്റ് റോ അതുപോലെ എഴുതുന്നു, 4 - 3 1 - 8 ആണല്ലോ. സെക്കൻഡ് റോയിൽ നമ്മൾ തൊടുന്നില്ല, 0 - 1 -5
-16. അടുത്ത നമ്മൾ R3 implies 4R3 - R1. അപ്പോൾ 4 ഇൻറ്റു ഈ ഫസ്റ്റ് എലമെൻറ്റ് 1 ചെയ്യുമ്പോൾ 4 - 4 എത്രയാണ് കുട്ടികളെ? 0 ആണല്ലോ. അടുത്ത് 4 ഇൻറ്റു -1 4 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -4 -3 എത്ര കിട്ടും? -4 മൈനസ് ഓഫ് -3 -4 + 3 അപ്പോൾ എത്ര കിട്ടും? -1 ആണല്ലോ. അടുത്ത് 2 ഇൻറ്റു 4 എത്രയാ? 2 ഇൻറ്റു 4 8 8 - 1 എത്ര? 7 ആണല്ലോ. അടുത്ത് 3 ഇൻറ്റു 4 12 12 മൈനസ് ഓഫ് -8 ആണ്. 12 -8 അപ്പോൾ എത്ര കിട്ടും? 12 + 8 ആണ്. അന്നേരം നമുക്ക് 20 ആണ് കിട്ടുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ടുണ്ട്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ എയിം എന്താണ്? തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള ഇവനില്ലേ, ഇവൻ അങ്ങ് 0 ആക്കുക. അത് നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾ ആലോചിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഫസ്റ്റ് റോയെ അങ്ങ് വെറുതെ വിടാൻ പോവുക. ഓക്കെ, ഫസ്റ്റ് റോയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? വെറുതെ വിടാൻ പോവുക. ഇനി നമ്മൾ സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് കേട്ടോ. സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിൽ. ഓക്കെ, നമുക്ക് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമോ? -1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2 പറ്റത്തില്ല. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പോൾ R2 implies R2 അല്ല R3 implies R3 - R2. ഓക്കെ, അന്നേരം എന്ത് കിട്ടും നമുക്ക്? അന്നേരം എന്താ കിട്ടുക? പറഞ്ഞേ. ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഫസ്റ്റ് റോ എലമെന്റ് അതുപോലെ എഴുതുകയാണ്. 4 - 3 1 - 8 ആണല്ലോ. അടുത്ത സെക്കൻഡ് നമ്മൾ അതുപോലെ എഴുതുന്നു. 0 - 1 -5 -16. ഓക്കെ, അടുത്ത തേർഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? R3 - R2 ചെയ്യുക. 0 - 0 എത്രയാ? 0 -1 മൈനസ് ഓഫ് -1 -1 മൈനസ് ഓഫ് -1 -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് +1 ഈക്വൽ ടു -1 + 1 എത്രയാ കുട്ടികളെ? 0. അടുത്ത് 7 മൈനസ് ഓഫ് -5 എത്ര കിട്ടും? 7 മൈനസ് ഓഫ് -5 എത്ര കിട്ടും? 12. ഓക്കെ, അടുത്ത് 20 മൈനസ് ഓഫ് -16 എത്ര കിട്ടും? 20 മൈനസ് ഓഫ് -16 ചെയ്യുമ്പോൾ നമുക്ക് 36 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞു. നമ്മൾ ഈ എലമെന്റ് 0 ആക്കിയിട്ടുണ്ട്, ഈ എലമെന്റ് 0 ആക്കിയിട്ടുണ്ട്, ഈ എലമെന്റ് 0 ആക്കിയിട്ടുണ്ട്. ഇത്രയും ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നോക്കിക്ക് നമ്മൾ എന്താ ചെയ്ത് വന്നത് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് കണ്ടോ, നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി റോ ട്രാൻസ്ഫോർമേഷൻ വഴി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് നമ്മൾ എന്താക്കുന്നു? 0 ആക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് 0 ആക്കാനായിട്ട് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ എന്ത് ചെയ്യുക? റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് അടുത്ത എലമെന്റ്, അതായത് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കാനായിട്ട് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ എന്ത് ചെയ്യുക? റോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ നോക്കുക മനസ്സിലാവും എങ്ങനെ ചെയ്താൽ ഈ എലമെന്റ് 0 ആക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ നമ്മൾ വെറുതെ വിടുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനലി നമ്മൾ ഇങ്ങനൊരു മെട്രിക്സ്, അതായത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, ഇത്രയായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സൊല്യൂഷൻ അല്ലേ വേണ്ടേ? ആണല്ലോ, നമുക്ക് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ? നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നോക്കിക്കേ, നമുക്കറിയാം ഇത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്, ഇത് വൈന്റെ കോയിഫിഷ്യന്റ് ആണ്, ഇത് സെഡിന്റെ കോയിഫിഷ്യന്റ് ആണ്. ആണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു കോയിഫിഷ്യൻസ് വെച്ച് നമുക്ക് ഇക്വേഷൻ തിരിച്ചെഴുതാം. ഇവിടെ ഇപ്പോൾ എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 0, ഇവിടെ എന്താ? 12 ആണ്. അപ്പോൾ 12z ഈക്വൽ ടു എന്താ? 36 ആണ്. ആണല്ലോ, അപ്പോൾ സെഡിന്റെ വാല്യൂ എന്ത് കിട്ടും കുഞ്ഞുങ്ങളെ? z ഈക്വൽ ടു 36/12 എത്ര കിട്ടി? 3. ഓക്കെ, ഇനിയിപ്പോൾ സെഡ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് റോ നോക്കുകയാണ്. സെക്കൻഡ് റോ വെച്ചിട്ട് ഇക്വേഷൻ എഴുതുകയാണേ. ഇവിടെ വൈയിൽ കോയിഫിഷ്യൻ്റ്, സെഡിൽ കോയിഫിഷ്യൻ്റ്. അപ്പം -y -5z ഈക്വൽ ടു -16 ആണല്ലോ. ഇനി നോക്കിക്കേ, -y
-5 ഇൻറ്റു സെഡ് എത്ര നമുക്ക് കിട്ടിയേക്കുന്നത് 3. 5 ഇൻറ്റു 3 ഈക്വൽ ടു -16. ഓക്കെ, അപ്പം -y -15 ഈക്വൽ ടു -16. -y ഈക്വൽ ടു ഈ -15 ഇപ്പുറത്തേക്ക് വരുമ്പോൾ റൈറ്റിലോട്ട് വരുമ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും +15 ആകും. -16 +15 എത്രയാ -1. സോ ഇവിടെ നിന്ന് y ഈക്വൽ ടു എന്ത് കിട്ടും കുട്ടികളെ? നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ, y ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ നമുക്ക് സെഡും കിട്ടി വൈയും കിട്ടി. ഇനി നമ്മുടെ എയിം എന്താണ്? എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 4x - 3y. കണ്ടോ? 4x - 3y പ്ലസ് സെഡ് ഈക്വൽ ടു എന്താ? -8 ആണല്ലോ. ഇനി 4x - 3 ഇൻറ്റു വൈൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, പ്ലസ് സെഡിൻ്റെ വാല്യൂ 3 ആണ്, ഈക്വൽ ടു -8 ആണല്ലോ. ഇനി -3 + 3 ഇവിടെ നമുക്ക് വെച്ച് കട്ട് ചെയ്യാം. ബാക്കി 4x = -8 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും? -8/4, ദാറ്റ് ഈസ് -2. ഓക്കെ, അപ്പം നമ്മുടെ സൊല്യൂഷൻ ഏതൊക്കെയാണ്? സൊല്യൂഷൻ നമുക്ക് എന്തൊക്കെ കിട്ടി? x ഈക്വൽ ടു okay, x equal to -2, y equal to 1 and z equal to എന്ത് കിട്ടി? 3. ഇതാണ് നമ്മുടെ ഗോസ് എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? സൊല്യൂഷനിലോട്ട് വരുന്നു. ഇതേ സാധനം നമുക്ക് കാൽക്കുലേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് ഇവിടെ ടീച്ചർ പറഞ്ഞു തരാവേ. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ മോഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻ 5ലാണ് കിടക്കുന്നത്. അപ്പോൾ 5 എടുത്തു, ദെൻ അതിനകത്ത് 2 എടുക്കുക. ഓക്കെ, കാരണം നമുക്കിവിടെ എത്ര അൺനോൺസ് ഉണ്ട്? 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ 2 എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ കോഎഫിഷ്യൻസ് അങ്ങ് കൊടുക്കുക. കോഎഫിഷ്യൻസ് നമ്മുടെ ഇവിടുത്തെ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? 4 ഈക്വൽ ടു -3 equal to 1 equal to -8 equal to അടുത്ത -2 equal to 1 equal to -3 equal to -4 equal to 1 equal to -1 equal to 2 equal to 3 ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ഈക്വൽ ടു സൈൻ ഇല്ലേ, അതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടും. x ഈക്വൽ ടു -2, y ഈക്വൽ ടു 1 ആൻഡ് z ഈക്വൽ ടു എന്താണ്? 3. അപ്പം നമുക്ക് എങ്ങനെയും എന്ത് ചെയ്യാം? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ എക്സാമിന് ഫൈനൽ ആൻസർ നിങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എഴുതി വെക്കരുത്, ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആണോ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. x plus 2y plus z equal to 3, 2x plus y plus 3z equal to 10, 3x minus y plus 2z equal to 13. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഇക്വേഷനകത്ത് എത്ര അൺനോൺസ് ഉണ്ട് കുട്ടികളെ? 3 അൺനോൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 3/3 മെട്രിക്സ് ആണ് വരുന്നതെന്നുള്ളത് അവിടെ നിന്ന് ക്ലിയർ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുവാണേ. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ പറഞ്ഞേ. 1 2 ഇത് എളുപ്പമുണ്ട്. 1 എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, ഇവിടെ 2, ഇവിടെ 3. 1 2 3. അടുത്ത വൈൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. 2 3 -1. സെഡിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. 1 3 2 ആണല്ലോ. ഇനി റൈറ്റിലുള്ള ബി മെട്രിക്സ്, അതായത് 3 10 and 30 ഇത് എഴുതുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്ര എഴുതി ഈ ഒരു എടുത്തെഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. നെക്സ്റ്റ് എന്താ നമ്മുടെ എയിം? നമ്മുടെ എയിം എന്താണ്? ഈ എലമെന്റ് എന്താക്കുക? 0 ആക്കുക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം മിസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഇവിടെ കണ്ടോ, ഇവിടെ 2 അല്ലേ കിടക്കുന്നത്, ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 വന്നിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. R1 - R2 അല്ലെങ്കിൽ R2 - R1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 2 കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാം. R2 implies
R2 മൈനസ് 2R1. എന്തുകൊണ്ട് 2R1 എടുത്തു? കാരണം ഇവിടെ നമുക്ക് 2 കൊണ്ടുവരണം, ഈ എലമെന്റ് 2 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ഫസ്റ്റ് റോ നമ്മൾ അതുപോലെ എഴുതുകയാണ് 1 2 1 and 3. സെക്കൻഡ് റോ എലമെന്റ് മാറുകയാണ്, 2 മൈനസ് 2R1. അപ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 1 0. അടുത്ത് 3 മൈനസ് 2 ഇൻറ്റു 2, 3 മൈനസ് 4 എന്താ? മൈനസ് 1 ആണല്ലോ. 3 മൈനസ് 2 ഇൻറ്റു 1, 3 മൈനസ് 1, 3 മൈനസ് 2 ഇൻറ്റു 1 മീൻസ് 3 മൈനസ് 2, ദാറ്റ് ഈസ് 1. അടുത്ത് 10 മൈനസ് 2 ഇൻറ്റു 3, 10 മൈനസ് 2 ഇൻറ്റു 3 എത്ര വരും? 10 മൈനസ് 2 ഇൻറ്റു 3 6 ആണ്. 10 മൈനസ് 6 എത്ര വരും? 4 ആണല്ലോ. ബാക്കി എലമെന്റ് അതുപോലെ എഴുതി, 3 മൈനസ് 1 2 30, അത്രയേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എയിം എന്താണ്? ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത് നമുക്ക് ഈ എലമെന്റ്, ഏത് എലമെന്റാ? ഈ ഒരു എലമെന്റിനെ 0 ആക്കണം. അപ്പോൾ ആ എലമെന്റ് 0 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നോക്കുക, ഫസ്റ്റ് റോയിൽ ഈ ഫസ്റ്റ് എലമെന്റ് 1 ആണല്ലോ. ഇവിടെ നമുക്ക് 3 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ മതി? R3 ഇംപ്ലൈസ് R3 മൈനസ് 3 ഇൻറ്റു R1 ചെയ്താൽ മതി അല്ലേ? ഈ 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എലമെന്റ് 0 ആകും. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ഫസ്റ്റ് റോ എലമെന്റ് നമ്മൾ തൊടുന്നില്ല, അത് അതുപോലെ എഴുതുക, 1 2 1 3. സെക്കൻഡ് അതുപോലെ എഴുതുക, 0 മൈനസ് 1 1 ആൻഡ് 4 ആണല്ലോ. ഇനി തേർഡ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. R3 മൈനസ് 3R1, R3 ദാറ്റ് ഈസ് 3 മൈനസ് 3 ഇൻറ്റു 1 0 ആണല്ലോ. മൈനസ് 1 മൈനസ് ഇങ്ങനെ വരും, മൈനസ് 1 മൈനസ് 3 ഇൻറ്റു 2 എത്ര കിട്ടും? മൈനസ് 1 മൈനസ് 6 എത്ര വരും? മൈനസ് 7. ഓക്കെ, അടുത്ത് 2 മൈനസ് 3 ഇൻറ്റു 1, അപ്പോൾ 2 മൈനസ് 3 മൈനസ് 1. അടുത്ത് 13 മൈനസ് 3 ഇൻറ്റു 3, അപ്പോൾ 13 മൈനസ് 3 ഇൻറ്റു 3 9. 13 മൈനസ് 9 എത്ര കുഞ്ഞുങ്ങളെ? 4 ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ നമ്മുടെ ഈ എലമെന്റ് 0 ആക്കി, നമ്മൾ ഈ എലമെന്റ് 0 ആക്കി എടുത്തു. ഇനി അടുത്ത നമ്മുടെ എയിം എന്താണ്? ദേ കിടക്കുന്ന -7ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊണ്ടുവരണം കുട്ടികളെ? 0 കൊണ്ടുവരണം ആണല്ലോ. അപ്പോൾ നമ്മളിനി അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെങ്ങനെ നമുക്ക് 0 ആക്കാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് 0 ആക്കാം? നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ട് പറഞ്ഞേ. ഈക്വലന്റ് ടു എങ്ങനെ ചെയ്യാം? ഈ എലമെന്റ് 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ ഒരു 7 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് 0 ആക്കാം അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് R3 ഇംപ്ലൈസ് R3 മൈനസ് 7 R2 ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 2 1 3 0 മൈനസ് 1 1 4 അതുപോലെ എഴുതി. അടുത്ത് നമുക്ക് R3 ആണ് നമുക്ക് മാറ്റേണ്ടത് അല്ലേ? അപ്പോൾ 0 മൈനസ് 7 ഇൻറ്റു 0 ചെയ്താൽ നമുക്ക് അവിടെ 0 തന്നെ വരും. ഇവിടെ മൈനസ് 7 ഇൻറ്റു മൈനസ് 1 ആണല്ലോ. ഈ വാല്യൂ -7 ഇൻറ്റു -7 ഇൻറ്റു -1. അപ്പോൾ എന്ത് കിട്ടും? -7 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ എന്ത് കിട്ടി? 0. ആ എലമെന്റ് 0 ആയി. അടുത്ത് എന്താ? -1 -7 ഇൻറ്റു 1 എന്ത് കിട്ടും? -8. ഓക്കെ, -1 -7 ഇൻറ്റു 1 -1 -7 -8. ഓക്കെ, അതവിടെ എഴുതി. അടുത്ത് 4 -7 ഇൻറ്റു 4 -7 ഇൻറ്റു ഒരു എലമെന്റ് 4 ആണ്. 4. അപ്പം എന്ത് കിട്ടി? 4 - 7 4 28 ആണ്. 4 - 28 -24 കഴിഞ്ഞു. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഈ എലമെന്റ് നമ്മൾ 0 ആക്കി, ഇത് 0 ആക്കി, ഇത് 0 ആക്കി. ഇതൊരു അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ് ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സൊല്യൂഷനിലോട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് നോക്കിക്കേ, ഇക്വേഷൻ എഴുതാവേ. ഇത് ഈ കോളം എക്സ് കോയിഫിഷ്യൻസ്, ഇത് വൈ കോയിഫിഷ്യൻ, ഇത് സെഡ് കോയിഫിഷ്യൻസ് ആണ്. നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. ഇവിടെ എക്സും വൈയും 0 ആണ്. -8 ഇൻറ്റു സെഡ് ഈക്വൽ ടു -24. സോ സെഡ് ഈക്വൽ ടു -24 ബൈ -8 എത്ര വരും? 3 കിട്ടി. ഇപ്പോൾ സെഡ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. അടുത്ത് സെക്കൻഡ് റോയിലോട്ട് പോകാം. അവിടെ നിന്ന് ഇക്വേഷൻ എഴുതാം. -y പ്ലസ് സെഡ് ഈക്വൽ ടു 4 ആണല്ലോ. -y പ്ലസ്
3 ഈക്വൽ ടു 4 മൈനസ് വൈ ഈക്വൽ ടു 4 ഈ പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 3 4 മൈനസ് 3 1 സോ വൈ ഈക്വൽ ടു -1 വൈയുടെ വാല്യൂ എന്ത് കിട്ടി -1 കിട്ടി നമുക്ക് ഇനി എന്താ വേണ്ടത് എക്സ് ആണ് വേണ്ടത് ഫസ്റ്റ് റോയിലോട്ട് പൊക്കോളൂ ഈ ഫസ്റ്റ് റോയിൽ കോഎഫിഷ്യൻസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം എക്സ് പ്ലസ് 2y പ്ലസ് ഇവിടെ കണ്ടോ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ് സോ സെഡ് ഈക്വൽ ടു എത്രയാണ് ഈക്വൽ ടു 3 ഇനി എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ 2 ഇൻറ്റു -1 2 ഇൻറ്റു -1 പ്ലസ് 3 ഈക്വൽ ടു 3 ആണല്ലോ ഇനി എക്സ് -2 പ്ലസ് 3 ഈക്വൽ ടു 3 -2 പ്ലസ് 3 1 ആണ് അല്ലേ ആ 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 ആവും 3 -1 2 സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 2 കിട്ടി അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു -1 ആൻഡ് സെഡ് ഈക്വൽ ടു എന്താണ് 3 ആണ് ഓക്കെ കിട്ടിയല്ലോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് മിസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു തന്നില്ലായിരുന്നു എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ മോഡ് എടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും നമുക്ക് ഇത് സെയിം ആൻസർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക കിട്ടുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ 2x plus y plus 4z equal to 12 4x plus 11y minus z equal to 33 8x minus 3y plus 22 equal to എന്താ സോറി 22 അല്ല കുഞ്ഞുങ്ങളെ 2z ആണ് തെറ്റിപ്പോയത് 2z equal to 20 ഇപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് നമുക്ക് എഴുതാം equal to 2 1 4 4 11 -1 8 മിസ്സിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്തു പോകണം കേട്ടോ 2 ഇനി എന്താ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ബി മെട്രിക്സ് എഴുതും 12 33 20 ഓക്കെ നമ്മുടെ എയിം എന്താണ് ഈ എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ആലോചിക്കുക നോക്കിക്കേ ഇവിടെ ഇപ്പോൾ ഇത് 4 ആണ് ഇത് 2 ആണ് അപ്പോൾ ഇവിടെ എന്ത് കൊണ്ടുവന്നാൽ മതി ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 4 ആക്കി കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം ഈ 4 അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് എന്താക്കാം 0 ആക്കാം അപ്പോൾ R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1 ചെയ്യാം ഓക്കെ സോ വിച്ച് ഈക്വലൻ്റ് ടു R1 അതുപോലെ നമ്മൾ എഴുതുന്നു 2 1 4 12 R2ലാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ 4 മൈനസ് 2 ഇൻറ്റു 2 എത്ര കിട്ടും 4 മൈനസ് 4 0 ഓക്കെ 11 മൈനസ് 2 ഇൻറ്റു 1 11 മൈനസ് 2 എന്താ 9 അടുത്ത് -1 മൈനസ് 4 ഇൻറ്റു 2 എന്ത് കിട്ടും 4 ഇൻറ്റു 2 8 -1 -8 -9 ആണല്ലോ അടുത്ത് 33 മൈനസ് 12 ഇൻറ്റു 2 അതായത് 33 മൈനസ് 24 എത്ര വരും 9 ഇത്രയും ഓക്കെ ആണല്ലോ ബാക്കി തേർഡ് റോ എലമെൻറ്റ് നമ്മൾ അതുപോലെ എഴുതുകയാണ് 8 -3 2 and 20 ഓക്കെ ഇനി അടുത്ത എയിം എന്താണ് ഈ എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ് അത് സിമ്പിളാണ് കുട്ടികളെ ഇവിടെ നോക്കിക്കേ ഫസ്റ്റ് റോ നിങ്ങൾ നോക്കുക ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 അല്ലേ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ 8 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ അപ്പോൾ ഇവിടെ എന്ത് കൊണ്ടുവന്നാൽ മതി 8 കൊണ്ടുവന്നാൽ മതി അപ്പോൾ എന്ത് ചെയ്യണം R3 implies R3 മൈനസ് 4 ഇൻറ്റു 2 അല്ലേ 8 അപ്പോൾ 4 ടൈംസ് R1 ചെയ്യാം ഓക്കെ സോ അന്നേരം എന്ത് കിട്ടും നമുക്ക് so which is equivalent to ഇത് 2 1 4 12 ആണല്ലോ 0 9 മൈനസ് 9 9 അടുത്ത് 8 മൈനസ് 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 മൈനസ് 8 0 അടുത്ത് -3 മൈനസ് 4 ഇൻറ്റു ഫസ്റ്റ് റോയിലെ എലമെൻ്റ് ഏതാ 4 ഇൻറ്റു 1 ആണല്ലോ -3 -4 -7 അടുത്ത് ഈ എലമെൻ്റ് എടുക്കാം അതെന്താണ് 2 അല്ലേ അപ്പോൾ 2 മൈനസ് 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 2 -16 -14 ഓക്കെ -14 അടുത്ത്
20 മൈനസ് 4 ഇൻറ്റു 12. 4 ഇൻറ്റു 12 എന്ന് പറയുന്നത് എത്ര കിട്ടും? 48. 20 മൈനസ് 48 ചെയ്യുമ്പോൾ -28 നമുക്ക് കിട്ടുന്നത്. -28. ഇത്രയൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇനി മിസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, നമ്മളിവിടെ ഒന്ന് നിൽക്കുകയാണേ. നോക്കിക്കേ, നമുക്കിനി അടുത്ത എയിം എന്താണ്? ഈ എലമെന്റ് 0 ആക്കുക എന്നുള്ളതല്ലേ? ആണല്ലോ. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ എലമെന്റ്സുകൾ നമുക്കൊന്ന് ചെറുതാക്കി കൊണ്ടുവരാം. ഇത് 9, ഇത് -9, ഇത് 9. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? R2 ഇംപ്ലൈസ് R2/9 അങ്ങ് ചെയ്യാം. അതായത് വാല്യൂ ഇല്ലേ, ആ എലമെന്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആവും. അതുപോലെ R3 ഇംപ്ലൈസ് ഇത് 7, ഇത് 14, ഇത് 28. മീൻസ് ഞാൻ സൈൻ എടുക്കുന്നില്ല. 7, 14, 28 എല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ മിസ് അവിടെ R3 ഡിവൈഡഡ് ബൈ -7 ചെയ്യുകയാണേ. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡഡ് ബൈ -7. ഓക്കെ, നേരം ഫസ്റ്റ് റോ എലമെന്റ് അതുപോലെ എഴുതി. 2, 1, 4, 12. 0 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ -1 ആയി, ഇവിടെ 1 ആയി. 0 -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി, ഇവിടെ എന്താ 4 ആയി. ഓക്കെ ആണല്ലോ. 28/7 -28 -27 എന്ന് -28 ഡിവൈഡ് ബൈ -7 എന്ന് പറയുന്നത് 4 ആണല്ലോ. 7 4 ആണ് 28. നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് 4 വരുന്നത്. അപ്പോൾ അതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി സിമ്പിൾ ആയിട്ടുണ്ട്. നോക്കിക്കേ, ഈ എലമെന്റ് നമുക്ക് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R3 ഇംപ്ലൈസ് R3 - R2 ചെയ്തോ. ഓക്കെ. 2, 1, 4, 12. 0, 1, -1, 1. 0 - 0 എന്താ കുഞ്ഞുങ്ങളെ? 0. 1 - 1 എന്താ? ഈ 1 -1 ചെയ്യുക. അപ്പോൾ 0. 2 minus of -1 3 അല്ലേ? 2 minus of -1 minus into minus plus. അപ്പോൾ 2 plus 1 which is equal to 3. അടുത്ത് 4 minus 1 എത്രയാ? 3. കഴിഞ്ഞു. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. മീൻസ് നമുക്കൊരു അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് കിട്ടിയാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലേ? നമുക്ക് വളരെ എളുപ്പമാണ് ഇതിന് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇത് എക്സ് കോഎഫിഷ്യൻസ്, വൈ കോഎഫിഷ്യൻസ്, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ 3 സെഡ് ഈക്വൽ ടു 3 ആൻഡ് സെഡ് ഈക്വൽ ടു 3/3 എന്ത് കിട്ടും? 1 കിട്ടും. നെക്സ്റ്റ് റോ നോക്കുക. ഇവിടെ എക്സ് 0 ആണ്, വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ വൈ മൈനസ് സെഡ് ഈക്വൽ ടു 1 ആണല്ലോ. ദെൻ വൈ മൈനസ് 1 ഈക്വൽ ടു 1. സോ y ഈക്വൽ ടു ഈ -1 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ +1 ആവും. 1 + 1 2. ഓക്കെ, നമുക്ക് എക്സ് അല്ലേ വേണ്ടേ? ഫസ്റ്റ് റോയിലോട്ട് പോകാം. 2x + y + 4z ഈക്വൽ ടു 12. അപ്പോൾ 2x വൈൻ്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ +2 + 4 ഇൻറ്റു z 4 + 4 ഈക്വൽ ടു 12. അപ്പോൾ 2x + 4 + 2 6 അല്ലേ? ഈ +6 ഇവിടെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 12 ആണല്ലോ. +6 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6 ആവും. 12 - 6 എത്രയാണ് കുട്ടികളെ? 6 ആണ്. അപ്പോൾ 2x = 6 ആണെങ്കിൽ x = 6/2 എന്ത് വരും? 3 വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഏതൊക്കെയാണ്? x = 3, y = 2 ആൻഡ് z = 1. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ചത് ഗൗസ് എലിമിനേഷൻ, അതായത് 3/3 മെട്രിക്സിന്റെ ഗൗസ് എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അതായത് ഗൗസ് എലിമിനേഷനിൽ 3 പോസിബിൾ കേസസ് ഉണ്ട് കേട്ടോ. 3 പോസിബിൾ കേസസ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 3/3 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ 3/3 മെട്രിക്സ് ആയിട്ട് തരത്തില്ല, ഇക്വേഷൻസ് ആയിരിക്കും തരിക. 3 അൺനോൺസ് ഉള്ള 3 ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റില്ലേ? ചെയ്യത്തില്ലേ? നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. അത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇനി വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക കേട്ടോ. സോ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് മിസ് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.